അനുദിന വിശുദ്ധർ ഒക്ടോബർ 25 വിശുദ്ധന്മാരായ ക്രിസ്പിനും ക്രിസ്പീനിയനും. AD 3-ാം നൂറ്റാണ്ടിൽ റോമിലെ ഒരു കുലീന കുടുംബത്തിലാണ് വിശുദ്ധന്മാരായ ക്രിസ്പിനും ക്രിസ്പീനിയനും ജനിച്ചത്. ക്രൈസ്തവ വിശ്വാസികളായിരുന്ന ഇവർ മതപീഡനത്തിൽ നിന്നും തങ്ങളുടെ വിശ്വാസം കാത്തുസൂക്ഷിക്കുന്നതിനായി ഒളിച്ചോടി. അവരുടെ ഈ ഒളിച്ചോട്ടം സോയിസൺസിലാണ് അവസാനിച്ചത്. അവിടെ അവർ പകൽ മുഴുവൻ സുവിശേഷം പ്രഘോഷിച്ചും രാത്രിയിൽ പാദരക്ഷകൾ നിർമ്മിച്ചും കാലം കഴിച്ചു. ഈ വിശുദ്ധർ ഇരട്ട സഹോദരന്മാരായിരുന്നുവെന്നും പറയപ്പെടുന്നു. തങ്ങളുടെ വ്യാപാരത്തിൽ നിന്നും തങ്ങളുടെ ജീവിതം കഴിക്കുന്നതിന് പുറമെ പാവപ്പെട്ടവരെ സഹായിക്കുന്നതിനുമുള്ള വരുമാനം അവർക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു. അവരുടെ പ്രവർത്തനങ്ങളുടെ വിജയം ബെൽജിക് ഗൗളിലെ ഗവർണറായ റിക്ടസ് വാരുസിന് പിടിച്ചില്ല. അദ്ദേഹം അവരെ ക്രൂരമായി പീഡിപ്പിക്കുകയും കഴുത്തിൽ തിരികല്ല് കെട്ടി നദിയിലെറിയുകയും ചെയ്തു. ഇതിൽ നിന്നും അവർ രക്ഷപ്പെട്ടെങ്കിലും ചക്രവർത്തി ഈ വിശുദ്ധരെ പിടികൂടി തല അറുത്താണ് ഈ വിശുദ്ധരെ കൊലപ്പെടുത്തിയത്. ഇവരുടെ സ്മരണ നിലനിർത്തുന്നതിനായി സ്ട്രൂഡിലെ പൊതുമന്ദിരത്തിന് ക്രിസ്പിൻ ആൻഡ് ക്രിസ്പീനിയൻസ് എന്ന പേര് നൽകിയിരിക്കുന്നു. വിശ്വാസത്തെ പ്രതി ജീവത്യാഗം ചെയ്ത ഈ വിശുദ്ധരുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. ഗബ്രിയൽ മേയറിൻ്റെ അഭിപ്രായത്തിൽ പല ഉറവിടങ്ങളിൽ നിന്നുമായി രൂപപ്പെട്ട ഇവരുടെ കഥയിൽ ചരിത്രപരമായി വിശ്വാസയോഗ്യമല്ലാത്ത പല വിശദാംശങ്ങളും കടന്നുകൂടിയിട്ടുണ്ട്. മറ്റൊരു ഐതിഹ്യമനുസരിച്ച് കാൻറ്റർബറിയിലെ ഒരു കുലീന റോമൻ ബ്രിട്ടീഷ് കുടുംബത്തിലെ ആൺമക്കളായിട്ടാണ് ഇവരുടെ ജനനം. ഇവർ പ്രായപൂർത്തിയായിക്കൊണ്ടിരിക്കെ റോമൻ ചക്രവർത്തിയുടെ വെറുപ്പിന് പാത്രമായ അവരുടെ പിതാവിൻ്റെ വധത്തോടെ തൊഴിൽ പരിശീലനത്തിനും കൂടാതെ പിതാവിൻ്റെ ഘാതകരിൽ നിന്നും അവരെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ അവരുടെ അമ്മ അവരെ ലണ്ടനിലേക്ക് അയച്ചു. യാത്രയ്ക്കിടെ ഫാവർഷാം എന്ന സ്ഥലത്തെ ഒരു ചെരുപ്പ് നിർമ്മാതാവിൻ്റെ പണിശാലയിലെത്തിയ അവർ ഇനി യാത്ര തുടരേണ്ടതില്ലെന്ന് തീരുമാനിക്കുകയും ഫാവർഷാമിൽ താമസിക്കുകയും ചെയ്തു. ഈ നഗരവുമായി വിശുദ്ധർക്കുള്ള ബന്ധത്തിൻ്റെ സ്മരണാർത്ഥം സ്ഥാപിച്ച ഒരു ലോഹഫലകം ഇപ്പോഴും ആ പട്ടണത്തിൽ കാണാം. ഇവരുടെ സ്മരണ നിലനിർത്തുന്നതിനായി സ്ട്രൂഡിലെ ഒരു പൊതുമന്ദിരത്തിന് ക്രിസ്പിൻ ആൻഡ് ക്രിസ്പീനിയൻസ് എന്ന പേരാണ് നൽകിയിരിക്കുന്നത്. എന്നിരുന്നാലും ഈ ഐതിഹ്യത്തിൽ ഈ സഹോദരന്മാർ എങ്ങനെ രക്തസാക്ഷിത്വം വരിക്കുകയും ആദരിക്കപ്പെടുകയും ചെയ്തു എന്ന് വിവരിക്കുന്നില്ല.